ടോക്സ് ആൻഡ് റീറ്റ്സിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫിഷ് ബർഗറാണ്. അതിലേക്ക് വേണ്ട മയണൈസ് ആദ്യം തന്നെ തയ്യാറാക്കി വെക്കാം. 2 മുട്ടയുടെ വെള്ളയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും 1 വലിയ സ്പൂൺ നാരങ്ങ നീരും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്താൽ നമ്മുടെ മയണൈസ് റെഡിയാവും. ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ ഒഴികെയുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് അടിച്ചെടുത്തു. അതിനുശേഷം വെജിറ്റബിൾ ഓയിൽ 2 പ്രാവശ്യമായി ഒഴിച്ചു കൊടുത്താണ് മയണൈസ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് നാരങ്ങ നീര് കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ വിനാഗിരി ചേർക്കാം. പഞ്ചസാരയും ഉപ്പും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി അതിലേക്ക് ചെറിയൊരു ഫ്ലേവറിങ്ങിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇനി വലിയൊരു പൊട്ടറ്റോ നീളത്തിൽ ഇതുപോലെ അരിഞ്ഞിട്ട് മഞ്ഞളും ഉപ്പും മാത്രം പുരട്ടി വെച്ചിരിക്കുന്നതാണിത്. ഇത് ചൂടായ എണ്ണയിൽ ചെറിയ തീയിലിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കണം. ബർഗറിനൊപ്പം കഴിക്കാനുള്ള പൊട്ടറ്റോ ഫ്രൈസ് റെഡി. ഇനി നമ്മളൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് ഒരു പകുതി സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. 2 മുട്ട വരെ എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ബർഗർ പാറ്റി തയ്യാറാക്കാനുള്ള മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാൻഡ് ഫിഷാണ് എടുത്തിരിക്കുന്നത്. ക്യാൻഡ് ഫിഷ് ഇല്ലാത്തവർക്ക് ദശക്കട്ടിയുള്ള എല്ലാ മീനും ക്ലീൻ ആക്കിയതിന് ശേഷം ഉപ്പും നാരങ്ങ നീരും പുരട്ടി അതിൻ്റെ ആ മണം മുഴുവൻ കളഞ്ഞിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മീൻ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാള കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു ബൈൻഡിങ്ങിന് വേണ്ടി ഞാൻ 1/2 കപ്പ് ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ചേർത്തതിന് ശേഷം ഈ മിക്സ് കുറച്ച് കട്ടിയാണെന്ന് തോന്നി. അതുകൊണ്ട് മയണൈസ് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്ന് 2 മുട്ടയുടെ മഞ്ഞ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മീനല്ലേ, ഒരല്പം എരിവിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ ഫിഷ് മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മിക്സ് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ കുഴച്ച് ബോൾ പരുവത്തിലാക്കാൻ പറ്റും. നമുക്കിഷ്ടമുള്ള കനത്തിൽ ഇതിനെ ഉരുട്ടി ഇതേപോലെ ഒരു കട്ട്ലേറ്റ് പോലെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ 2 ക്യാൻഡ് ടൂണയായിരുന്നു എടുത്തിരുന്നത്. അതുകൊണ്ട് 2 വലിയ പാറ്റീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബർഗർ ഉണ്ടാക്കാൻ എടുക്കുന്ന ബണ്ണിൻ്റെ വലിപ്പത്തിൽ തന്നെ പാറ്റീസ് ഉണ്ടാക്കിയെടുക്കണം. ഇനി ഞാനിത് ബ്രെഡ് ക്രംസ് കൊണ്ട് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. വലിയ പാറ്റീസ് ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മളിത് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കണം. 2 പാറ്റീസും ഞാൻ നന്നായിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് ഇതേപോലെ കോട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം ഇതേപോലെ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഈ 2 പാറ്റീസും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡീപ് ഫ്രൈ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടും. നമ്മൾ എണ്ണ മാക്സിമം കുറച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്യുന്നത്. മീൻ ഓൾറെഡി വെന്തതായതുകൊണ്ട് അധികം വറക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ബർഗറിന് വേണ്ട പാറ്റീസും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ബർഗർ ബൺ. ഇത് ചെറുതായിട്ട് പാനിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ബർഗറിലേക്ക് വെക്കാൻ വേണ്ടി ഞാനിവിടെ ബട്ടർ ലെറ്റ്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ജീവനുള്ള ലെറ്റ്യൂസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല രസമാണ് ഇതിനെ കാണാൻ. ഓരോ ബർഗറിലേക്കും വെക്കാൻ വേണ്ടി ഞാൻ ഓരോ ഇല വീതം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബർഗർ അറേഞ്ച് ചെയ്യാം. ആദ്യം ഒരു ബൺ വെക്കുക. അതിന് മുകളിൽ ടൊമാറ്റോ സോസ് വേണ്ടവർക്ക് അതൊഴിക്കാം, ഇല്ലെങ്കിൽ മയണൈസ് ഉള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് ടൊമാറ്റോസ് വെച്ച് കൊടുക്കാം. വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരു വലിയ സ്ലൈസ്, അല്ലെങ്കിൽ ആ ബൺ ഫില്ല് ചെയ്യുന്ന പോലെ ടൊമാറ്റോ പീസസ് 2, 3, 4 ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നമ്മുടെ ലീഫ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മുടെ പാറ്റി വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് സവാള,
അതിന് മുകളിലേക്ക് വീണ്ടും കുറച്ച് മയോണൈസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലേക്ക് ഒരു 4 ടൊമാറ്റോ സ്ലൈസ് വെച്ച് കൊടുത്തു, കാരണം പുറത്തേക്ക് കുറച്ച് കാണണം അതിന് വേണ്ടി. ഇനി അതിന് മുകളിലേക്ക് നമ്മുടെ ബർഗറിൻ്റെ ബാക്കി പീസും കൂടെ വെച്ച് കൊടുത്തിട്ട് ബാക്കി വന്ന ടൊമാറ്റോ പീസിൻ്റെ ഒരു സ്ലൈസും കൂടെ ചേർത്ത് ഒരു ടൂത്ത് പിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അടുത്ത ബണ്ണും നമുക്ക് ചെയ്തെടുക്കാം. ചീസിൻ്റെ ഒരു സ്ലൈസ് കൂടെ വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ഫിഷ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഫ്രൈസ് കൂടെ വെച്ച് സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.